ഔദ്യോഗികമായ വിവരങ്ങളാണ് ഞങ്ങൾ ഈ ബുള്ളറ്റിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് അഭ്യൂഹങ്ങളോ വ്യാജ വാർത്തകളോ ഒന്നും തന്നെ ഇല്ലാതെ ഔദ്യോഗികമായ സോഴ്സുകളിൽ നിന്ന് കൺഫേം ചെയ്തുകൊണ്ട് അധികൃതർ നൽകുന്ന വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശക്തി പ്രാപിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം, റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ UAE മാത്രം 165 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചിരിക്കുന്നത്. മൊത്തം 2 ക്രൂയിസ് മിസൈലും 541 ഡ്രോണുകളും UAE മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അയക്കുകയുണ്ടായി. ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു. 3 മരണമാണ് UAE ഇതിനോടകം ഇറാന്റെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3 മരണം എന്ന് പറയുന്നത് 3 പേരും ഏഷ്യൻ വംശജരാണ്. ഒരു നേപ്പാളിയും ഒരു പാകിസ്ഥാനിയും ഒരു ബംഗ്ലാദേശിയുമാണ് കൊല്ലപ്പെട്ടവർ. അതിനു പുറമെ 58ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് UAE മന്ത്രാലയം, ഡിഫൻസ് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചാന്ദിനി ചേരുന്നുണ്ട്. ചാന്ദിനി, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. സമീപത്തുള്ള ഗൾഫ് രാജ്യങ്ങളെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? അതെ സനൂപ്, ബഹ്റൈനിലും UAE-യിലും ആക്രമണങ്ങൾ നടക്കുമ്പോൾ, ഖത്തറിലും ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒമാന് നേരെയാണ് ഒരാക്രമണവും നടക്കാത്ത രീതിയിൽ ഉണ്ടായിരുന്നത്. കാരണം മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലും ഒമാൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒമാന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇന്ന് ഒമാന് നേരെ രണ്ട് ശ്രമങ്ങൾ നടന്നിരിക്കുകയാണ്. ദുഃഖം തുറമുഖത്തിന് നേരെയാണ് ആദ്യമായിട്ട് ആക്രമണം ഉണ്ടായത്. ദുഃഖമിലെ ഒമാനി വാണിജ്യ തുറമുഖം ലക്ഷ്യമാക്കി 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഒരു ഡ്രോണിന്റെ പ്രവർത്തനത്തിൽ ഒരു പ്രവാസി തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റേതിന്റെ അവശിഷ്ടങ്ങൾ ഇന്ധന ടാങ്കുകൾക്ക് സമീപമുള്ള ഒരു പ്രദേശത്തേക്ക് വീണതായിട്ടും റിപ്പോർട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ആളപായമോ ഭൗതിക നഷ്ടമോ ഉണ്ടായിട്ടില്ല. അതിനുശേഷം മിനിറ്റുകൾക്ക് ശേഷമാണ് മുസന്തം ഗവർണറേറ്റിലെ ഖസർ തുറമുഖത്തിന് 5 നോട്ടിക്കൽ മൈൽ വടക്ക് പലാവുവിന്റെ പതാക കീഴിൽ സഞ്ചരിക്കുകയായിരുന്ന എണ്ണ ടാങ്കറിൽ ഡ്രോൺ ആക്രമിക്കുന്നത്. അതിൽ തന്നെ 15 ഇന്ത്യക്കാരും 5 ഇറാനിയൻ പൗരന്മാരും ഉൾപ്പെടെ 20 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാവരെയും ഒഴിപ്പിച്ചതായിട്ടാണ് വരുന്ന റിപ്പോർട്ട്. പക്ഷേ 4 ക്രൂ അംഗങ്ങൾക്ക് പരിക്കുകൾ സംഭവിച്ചതായും വൈദ്യ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഭീഷണിയുണ്ടെങ്കിൽ അത് നേരിടാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് തന്നെ ഒമാൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈജിപ്ത് ഭരണാധികാരിയുമായി ജോർദാനിലെ ഹാംഷേമൈറ്റ് രാജാവുമായും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് 2 തവണ ടെലിഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ US ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ നിലവിൽ കാണുന്ന സംഘർഷത്തെക്കുറിച്ചും മേഖലയും സുരക്ഷയും സ്ഥിരതയും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും അവർ ചർച്ച ചെയ്തു എന്നാണ് വരുന്ന റിപ്പോർട്ട്. ആക്രമണം ഉടനടി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പ്രദേശവാസികൾക്കും, പ്രവാസികൾക്കാണെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിലും എല്ലാവിധ സംരക്ഷണവും സുരക്ഷയും നൽകുമെന്ന രീതിയിൽ തന്നെയാണ് ഒമാൻ ഭരണകൂടം പറഞ്ഞു വെക്കുന്നത്. ചാന്ദിനി തുടരുക. അതേസമയം അബുദാബിയിലെ എത്തിഹാദ് ടവറിന് നേരെയും ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേനിക്ക് താൽക്കാലിക പിൻഗാമിയായിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അലി റസ അറഫിയെയാണ് പുതിയ നേതാവ്. കൊലപാതകത്തിന് പക വീട്ടുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ചാന്ദിനി, എന്താണ് പുതിയ പിൻഗാമിയെക്കുറിച്ചുള്ള വാർത്തകൾ? സ്ഥിരീകരണം ഇറാനിയൻ വാർത്താ ഏജൻസി തന്നെ നൽകിയിട്ടുണ്ട്. എന്താണ് അവിടെ നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? അതെ, കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ഖമനയുടെ താൽക്കാലിക പിൻഗാമിയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയത്തുള്ള അറാഫിയാണ് പരമോന്നത നേതാവിന്റെ ഇടക്കാല ചുമതല നൽകിയിരിക്കുന്നത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലിക ചുമതല വഹിക്കും എന്നാണ് ഔദ്യോഗികമായി വരുന്ന റിപ്പോർട്ട്. അതേസമയം പ്രതികാരവും അവകാശവും ഉത്തരവാദിത്തമാണെന്നും പക വീട്ടുമെന്നും ഇറാൻ പ്രസിഡന്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ആദ്യ പ്രസ്താവനയാണിത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചെന്നും ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങൾ ആക്രമിച്ചതായും ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നന്ദി ചാന്ദിനി, വിശദമായ വിവരങ്ങൾ നൽകിയതിന്. ഇറാനെതിരെയുള്ള ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നും മാർപ്പാപ്പയും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് ഒമാൻ സുൽത്താൻ ഈജിപ്ഷ്യൻ
പ്രസിഡന്റുമായും അതുപോലെ തന്നെ ജോർദാൻ രാജാവുമായും ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ എന്ന വിവരങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളും ഉയർത്തിക്കാണിക്കുന്നത്. ഒമാനെതിരെയുള്ള ആക്രമണമാണ് ഇന്ന് GCC രാജ്യങ്ങളെ ഞെട്ടിച്ചത്. കാരണം ഒമാനായിരുന്നു മധ്യസ്ഥത വഹിച്ചിരുന്നത്. ചർച്ചകൾക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്നത് ഒമാനായിരുന്നു. അതുകൊണ്ട് ഒമാനെതിരെ ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ട് സൗദിയും ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. സമീപത്തുള്ള GCC രാഷ്ട്രങ്ങൾക്കെതിരെ, അതായത് അവിടെയുള്ള അമേരിക്കൻ ക്യാമ്പുകൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ ആക്രമണത്തെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് GCC വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് വിശദമായ ഒരു കണക്ക് തന്നെ UAE ഡിഫൻസ് മന്ത്രാലയം നൽകിയിട്ടുണ്ട്. എത്ര ബാലിസ്റ്റിക് മിസൈലുകൾ 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളും 541 ഡ്രോണുകളുമാണ് ഇതുവരെ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ മാത്രം UAE ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ തൊടുത്തിരിക്കുന്നത്. അതിൽ 21 ഡ്രോണുകളെ സിവിലിയൻ ടാർഗറ്റുകളായിരുന്നു, അതായത് സിവിലിയൻ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് അയച്ചിരുന്നത്. അവിടെ നിന്ന് അത് കൃത്യമായി തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വ്യോമ മന്ത്രാലയത്തിന് അല്ലെങ്കിൽ വ്യോമ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 311 ഡ്രോണുകളെയും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളെയും നശിപ്പിക്കുകയുണ്ടായി. 8 മിസൈലുകളെ കടലിന് മുകളിൽ വെച്ചുകൊണ്ട് നശിപ്പിക്കുകയും ആണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കഴിയാവുന്നത്ര ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഡിഫൻസ് മന്ത്രാലയം ഇതെല്ലാം തന്നെ UAEയുടെ പ്രതിരോധ സേന പ്രതിരോധിച്ചിട്ടുണ്ട്. സുരക്ഷിതരായി തന്നെ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത 3-ാം തീയതി വരെ സ്വകാര്യ മേഖലയിലടക്കം റിമോട്ട് വർക്കിംഗ്, അതായത് വർക്ക് ഫ്രം ഹോം നൽകണമെന്നും പൊതുസ്ഥലങ്ങളിലുള്ള ജോലികൾ ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളെ സുരക്ഷിതരാക്കുന്ന നിലപാടുകളിലേക്കാണ്, നടപടിക്രമങ്ങളാണ് UAEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയാണ് തങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ GCC രാജ്യങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലാണ് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന റിപ്പോർട്ടുകളോട് ഇറാൻ അത് തടയുന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു നിയന്ത്രണം ഇറാനുണ്ട്. അതിലൂടെയുള്ള കപ്പലുകളുടെ കടന്നുപോക്ക് തടയാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് സാമ്പത്തിക വ്യവസ്ഥിതിയെ തന്നെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ സമാധാന ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് GCC രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. കിംവദന്തികളിലോ അല്ലെങ്കിൽ തെറ്റായ വാർത്തകളോ സോഷ്യൽ മീഡിയകൾ വഴി വരുന്ന വാർത്തകളെല്ലാം തന്നെ വിശ്വസിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ കാണുകയാണെങ്കിൽ അതിനടുത്തേക്ക് പോവുകയോ അത് ചിത്രീകരിക്കാനോ ശ്രമിക്കരുത് എന്ന കർശന നിർദ്ദേശവും UAE ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. UAEയുടെ നേരെ മാത്രം ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു പാകിസ്ഥാൻ പൗരൻ, ഒരു ബംഗ്ലാദേശി പൗരൻ, ഒരു നേപ്പാളി പൗരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റത് 58 പേരാണ്. ഇതിൽ ഇന്ത്യക്കാരുമുണ്ട് എന്ന കാര്യവും UAE ഡിഫൻസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സുരക്ഷിതമായി തന്നെ ജനങ്ങൾ തുടരുക, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്, അണ്ടർ കൺട്രോൾ എന്ന് തന്നെയാണ് കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ്. അണ്ടർ കൺട്രോളാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഡിഫൻസ് മന്ത്രാലയവും UAE വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സമാധാനമായി ശാന്തരായി തന്നെ ജനങ്ങളോട് തുടരണമെന്ന് UAE ഭരണാധികാരികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഈ യുദ്ധത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഏതായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക, കിംവദന്തികൾ വീഴാതിരിക്കുക, വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഭീതിയിലാവുകയോ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുണ്ട്. സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക. NTV UAE to the world.